ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അയാൾ പതിവ് പോലെ നായാട്ടിന് പോയതാണ്. പക്ഷേ എല്ലാ ദിവസത്തിനും വ്യത്യസ്തമായി അയാൾക്ക് അന്ന് ലഭിച്ചത് ഒരു വലിയ കാട്ടാടിനെയായിരുന്നു. അതിനെയും കൊണ്ട് വീട്ടിലെത്തിയ അയാൾ മകനോട് പറഞ്ഞു, ഇത്രയും വലിയ മൃഗം നാം വീട്ടുകാർ മാത്രം കഴിച്ചാൽ തീരില്ല. അതുകൊണ്ട് ഇന്ന് വലിയൊരു സദ്യ ഉണ്ടാക്കി ചുറ്റുമുള്ള സുഹൃത്തുക്കളെയും അയൽക്കാരെയും എല്ലാം വിളിച്ചു വരുത്തി അവർക്ക് നൽകാം. അങ്ങനെ അപ്പൻ വലിയ സന്തോഷത്താൽ സദ്യ തയ്യാറാക്കി. എന്നാൽ അയൽവക്കത്തുള്ള സുഹൃത്തുക്കളെയെല്ലാം ക്ഷണിക്കാൻ പുറപ്പെട്ട മകൻ എല്ലാവരോടും പറഞ്ഞത്, ഞങ്ങളുടെ വീടിനകത്ത് തീ പിടിച്ചു, സഹായിക്കാൻ ഓടി വരണമേ എന്നതായിരുന്നു. പക്ഷേ എല്ലാവരും തിരക്കുകളാണെന്ന് ഒഴുകഴിവുകൾ പറഞ്ഞു തുടങ്ങി. അയൽക്കാരിൽ ഒരാളും വന്നില്ല. പകരം വഴിയിലൂടെ കടന്നുപോയ ചില പരിചയമില്ലാത്ത ആളുകളാണ് ഓടിയെത്തിയത്. അവർ വീട്ടിലെത്തി നോക്കിയപ്പോൾ തീ ഉണ്ടായിരുന്നില്ല. പകരം വലിയൊരു സദ്യ അവരെ കാത്തിരിക്കുകയായിരുന്നു. അവരെല്ലാവരും സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ച് നന്ദി പറഞ്ഞു മടങ്ങി. എല്ലാം കഴിഞ്ഞപ്പോൾ അപ്പൻ മകനെ വിളിച്ചു ചോദിച്ചു, ഞാൻ സുഹൃത്തുക്കളെ വിളിച്ചു വരുവാൻ പറഞ്ഞിരുന്നല്ലോ, പക്ഷേ ആരെയും കണ്ടില്ലല്ലോ, എന്ത് സംഭവിച്ചു? മകനെല്ലാം വിശദീകരിച്ചു പറഞ്ഞു. അപ്പാ, ഞാൻ പറഞ്ഞത് തീ പിടിച്ച് സഹായിക്കാൻ വരണമെന്നായിരുന്നു, പക്ഷേ ആരും വന്നില്ല. എന്നാൽ വഴിയാത്രക്കാരാണ് ഓടി വന്നത്. യഥാർത്ഥ സുഹൃത്തുക്കൾ ആനന്ദ സമയങ്ങളിൽ മാത്രമല്ല, ദുരിത സമയങ്ങളിലും കൂടെ നിൽക്കുന്നവരാണ്. ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കളെ തിരിച്ചറിയാൻ സാധിക്കുന്നത്. പണവും പ്രതാപവും നല്ല ജോലിയും സൗന്ദര്യവും ഒക്കെ ഉള്ളപ്പോൾ കൂടെ കൂടാനും പുകഴ്ത്തി പറയാനും ഒക്കെ ധാരാളം ആളുകൾ ചുറ്റുമുണ്ടാകും. പക്ഷേ ദുരിതത്തിന്റെ നാളുകളിൽ കൂടെ ഉണ്ടാകുന്നവർ മാത്രമായിരിക്കും യഥാർത്ഥ സുഹൃത്തുക്കൾ. കഷ്ടകാലത്ത് സ്വന്തം ഭാര്യയാൽ പോലും ഉപേക്ഷിക്കപ്പെട്ടവനായിരുന്നു ഇയ്യോബ്. സമ്പത്തിന്റെ ഔന്നത്യത്തിൽ വിഭവസമൃദ്ധമായ സദ്യ കഴിക്കാൻ കൂടെ ഉണ്ടായിരുന്നവരാരും ഇയ്യോബിന്റെ കഷ്ടകാലത്ത് കൂടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ എലീഫസ്, ബിൽദാദ്, സോഫർ എന്നീ 3 സുഹൃത്തുക്കൾ ഇയ്യോബിനെ ആശ്വസിപ്പിക്കാനായി 7 ദിനരാത്രങ്ങൾ കൂടെയിരുന്നു. ഒരു ദിവസം നമ്മുടെ സമ്പത്തോ അല്ലെങ്കിൽ നല്ല ജോലിയോ അതുമില്ലെങ്കിൽ ഈ സൗന്ദര്യമോ ഒക്കെ നഷ്ടമായാൽ ഇപ്പോൾ കൂടെ നിൽക്കുന്നവർ അന്നുണ്ടാകുമോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അപകടത്തിൽപ്പെട്ട് തളർന്നു പോയപ്പോൾ സ്വന്തം ജീവിത പങ്കാളി പോലും ഉപേക്ഷിച്ചു പോയി എന്ന് കണ്ണു നിറഞ്ഞ് പറഞ്ഞവരുടെ നല്ല കാലത്ത് കൂടെ കൂടാൻ ധാരാളം പേരുണ്ടായിരുന്നു എന്നത് മറക്കരുത്. കണ്ടെത്തേണ്ടത് മുഖസ്തുതി പറയുന്നവരെയും പുകഴ്ത്തുന്നവരെയുമല്ല, വീഴുമ്പോൾ താങ്ങി നിർത്താൻ മനസ്സുള്ളവരെയാണ്. മുന്നിൽ നിന്ന് എതിർക്കുന്ന ശത്രുവിനേക്കാൾ പേടിക്കേണ്ടത് പിന്നിൽ നിന്ന് കുത്തുന്ന, കൂടെ നിന്ന് ചതിക്കുന്ന മിത്രത്തെയാണ്. ക്രിസ്തുവിന്റെ സ്വഭാവമുള്ള നല്ല സുഹൃത്തുക്കളെ കണ്ടെത്താൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഭേദമെന്നാകിലും മോദമെന്നാകിലും ഭേദമില്ലാത്തൊരു സ്നേഹിതനാണവൻ. ഭേദമെന്നാകിലും മോദമെന്നാകിലും ഭേദമില്ലാത്തൊരു സ്നേഹിതനാണവൻ. മേദിനി വേദനകൾ ഏതിനമൊക്കെ എന്നറിഞ്ഞോ, മേദിനിയിൽ വേദനകൾ ഏതിനമൊക്കെ എന്നറിഞ്ഞോ. മാറാത്ത സ്നേഹിതൻ മാനുവേൽ തൻ തിരു മാറിടം ചാരിടും ഞാൻ ദിനവും. പാരിടമാകവേ മാറിടും നേരവും ചാരിടാൻ തൻ തിരു മാറിടമാ. മാറാത്ത സ്നേഹിതൻ മാനുവേൽ തൻ തിരു മാറിടം ചാരിടും ഞാൻ ദിനവും.